മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഞായറാഴ്ച നാം ആരാധനാക്രമ കാലഘട്ടത്തിലെ അവസാനത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. 4 ആഴ്ചകളുള്ള ഈ കാലഘട്ടത്തിൻ്റെ പേര് പള്ളിക്കൂദാശ കാലം അഥവാ കൂദാശീത്ത കാലം എന്നാണ്. മംഗളവാർത്ത കാലത്തിൽ ഈശോ മിശിഹ മനുഷ്യാവതാരത്തിൻ്റെ അറിയിപ്പോടെ ആരംഭിച്ച ഒരു വർഷം നീണ്ടുനിന്ന ആത്മീയ തീർത്ഥാടനം ഈശോ മിശിഹായുടെ ജനനം, പീഡാസഹനം, മരണം, ഉത്ഥാനം, പരിശുദ്ധാത്മ ആഗമനം, ശ്ലീഹന്മാരുടെ പ്രവർത്തനവും അതിൻ്റെ ഫലദായകത്വവും, മനുഷ്യൻ്റെ അന്ത്യങ്ങളായ മരണം, വിധി, സ്വർഗം, നരകം എന്നിവയെക്കുറിച്ചുള്ള ധ്യാനം തുടങ്ങി അനേകം സച്ചിന്തകളാൽ ആത്മീയ ഉണർവും നിറവും ഉള്ളവരായി മുൻപോട്ടു പോയി ഇപ്പോഴിതാ സ്വർഗീയ മഹത്വം ദർശിക്കുവാൻ തയ്യാറായി അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് തിരുസഭയെയും ദൈവാലയത്തെയും കുറിച്ചുള്ള ആത്മീയ ചിന്തകളാണ്. തിരുസഭ മിശിഹായുടെ മണവാട്ടിയാണെന്നും അവിടുത്തെ മൗതിക ശരീരമാണെന്നും നാം എല്ലാവരും ആ ശരീരത്തിലെ അംഗങ്ങളാണെന്നും ഉള്ള അടിസ്ഥാന ബോധ്യത്തിൽ വളരുവാൻ ശ്രമിക്കുന്നതോടൊപ്പം ക്രിസ്തീയ ദൈവാലയം യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരമാണെന്ന വചനാധിഷ്ഠിത വിശ്വാസം വളർത്തിയെടുക്കാനും ഈ കാലഘട്ടത്തിൽ നമുക്ക് പരിശ്രമിക്കാം. ഈ ഞായറാഴ്ചയിലെ ഒന്നാമത്തെ വായന എടുത്തിരിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നിന്നാണ്. ഈ ഒന്നാം വായന എപ്രകാരമാണ് സമാഗമനം നിർമ്മിക്കേണ്ടതെന്നും എങ്ങനെയാണത് പ്രതിഷ്ഠിക്കേണ്ടതെന്നും എന്തൊക്കെയാണതിൽ ചെയ്യേണ്ടതെന്നും ഉള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു. മോശ കർത്താവിൻ്റെ കൽപ്പനപ്രകാരം നിർമ്മിച്ച ആ കൂടാരം ദൈവ മനുഷ്യ കണ്ടുമുട്ടലിൻ്റെ സ്ഥലമായിരുന്നു. കാരണം ദൈവത്തിൻ്റെ മഹത്വം, അവിടുത്തെ തിരുസാന്നിധ്യം ആ കൂടാരത്തിൽ ഉണ്ടായിരുന്നു. പകൽ മേഘത്തിൻ്റെ രൂപത്തിലും രാത്രിയിൽ അഗ്നിയുടെ രൂപത്തിലും ഇസ്രായേൽ ജനത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന ദൈവം ആ കൂടാരത്തിൽ വെച്ച് തന്നെ തേടിയെത്തുന്നവരുമായി കൂടിക്കാഴ്ച നടത്തുമായിരുന്നു. ഇന്നത്തെ ഒന്നാം വായനയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് പോലെ ദൈവം പ്രപഞ്ചം മുഴുവനിലും നിറഞ്ഞു നിൽക്കുന്നവനാണെങ്കിലും നമ്മോടൊത്ത് സഞ്ചരിക്കുന്നവനാണെങ്കിലും ചില പ്രത്യേക സ്ഥലങ്ങൾ അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ കണ്ടുമുട്ടാനും ദർശനം നൽകാനും സംഭാഷണം ചെയ്യുവാനും ആരാധനാ സ്തുതികൾ സ്വീകരിക്കുന്നതിനുമായി തിരഞ്ഞെടുക്കുന്നുണ്ട്. എല്ലായിടത്തും ദൈവസാന്നിധ്യമുണ്ടെങ്കിലും ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യമുണ്ടെന്നുള്ള ബോധ്യത്തോടെ ദൈവാലയങ്ങൾ ദൈവമനുഷ്യ കണ്ടുമുട്ടലുകൾക്കും സംഭാഷണത്തിനുമായി നമുക്ക് ഉപയോഗിക്കാം. ഈ ഉദ്ദേശത്തിന് ഉതകാത്ത കാര്യങ്ങൾക്കായി ദൈവാലയത്തെ നമുക്ക് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഈ ഞായറാഴ്ചത്തെ രണ്ടാമത്തെ വായന എടുത്തിരിക്കുന്നത്. ഏശയ്യാ പ്രവാചകന് ദൈവാലയത്തിൽ വെച്ചുണ്ടായ ഒരു ദൈവദർശനവും ദൈവാനുഭവവുമാണ് രണ്ടാം വായനയുടെ ഉള്ളടക്കം. ദൈവദർശനത്തിൻ്റെ ഒന്നാമത്തെ ഫലം മനുഷ്യൻ തൻ്റെ അശുദ്ധമായ അവസ്ഥ മനസ്സിലാക്കുന്നു എന്നതാണ്. ഏതെങ്കിലും മനുഷ്യ വ്യക്തിയുമായുള്ള താരതമ്യം ഒരു വിശുദ്ധനാണെങ്കിൽ പോലും താരതമ്യേനയുള്ള വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകുകയുള്ളൂ. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണനാകുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ ആഴപ്പെടുവാൻ ദൈവമനുഷ്യ സംഗമവും സംഭാഷണവും ഉപകരിക്കും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദൈവമനുഷ്യ കണ്ടുമുട്ടൽ നമ്മെ വിശുദ്ധീകരിക്കും എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ ആ വിശുദ്ധീകരണം സ്വന്തമാക്കണമെങ്കിൽ പ്രവാചകനെ പോലെ നമ്മളും സ്വയം എളിമപ്പെടുത്തി ഞാൻ അശുദ്ധനായ മനുഷ്യൻ എന്ന് അനുതാപത്തോടെ ഏറ്റുപറയണം. ആ ഏറ്റുപറച്ചിൽ ദൈവാലയത്തിൽ നമുക്ക് ലഭിക്കുന്ന 3 തീക്കട്ടകളായ പരിശുദ്ധാത്മാവ്, വചനം, വിശുദ്ധ കുർബാന എന്നിവ നാവിൽ തൊടിയിച്ച് ദൈവം നമ്മെ ശുദ്ധിയുള്ളവരാക്കും. ഈ സന്ദേശവും രണ്ടാം വായന നമുക്ക് നൽകുന്നുണ്ട്.
കൂടാതെ ഈ ദൈവാലയത്തിലെ ഈ ദൈവാനുഭവം നമുക്ക് ദൈവത്തിന് വേണ്ടി മനുഷ്യരുടെ ഇടയിൽ പോകുവാനുള്ള ദൗത്യം പ്രദാനം ചെയ്യുന്നു. ആര് എനിക്ക് വേണ്ടി പോകും, ഞാൻ പോകാം എന്നുള്ള ആ സന്നദ്ധത ദൈവമനുഷ്യ കൂട്ടായ്മയിൽ കണ്ടുമുട്ടലിൻ്റെ ഒരു ഫലമാണ്. ഈ ഞായറാഴ്ചയിലെ ലേഖന ഭാഗം എടുത്തിരിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 27 മുതൽ 3-ാം അധ്യായം 13-ാം വാക്യമാണ്. പ്രത്യേകിച്ചും 13-ാം അധ്യായം 13 വരെയുള്ള വാക്യം വളരെ പ്രശസ്തമായ ഒരു വചനപാഠമാണത്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം സഭാശരീരത്തെക്കുറിച്ചും സഭാശരീരം പടുത്തുയർത്തുന്ന വരദാനങ്ങളെക്കുറിച്ചുമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് വരദാനങ്ങളുടെ ഉദ്ദേശ്യം എന്ന് എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. സഭാശരീരത്തെ പടുത്തുയർത്തുകയാണ് വരദാനങ്ങളുടെ ലക്ഷ്യം എന്ന് നമുക്ക് ഈ വചനഭാഗം വ്യക്തമാക്കി തരുന്നു. കൂടാതെ വരദാനങ്ങൾ പൊതു നന്മയ്ക്കായിട്ടുള്ളതാണെന്ന് കൊരിന്ത്യസുകാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. തിരുസഭയെ ഒരു മനുഷ്യ ശരീരത്തോട് ഉപമിക്കുന്ന പൗലോസ്ലീഹ എല്ലാ അവയവങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ടെന്നും ഒരു അവയവം വേദന അനുഭവിക്കുമ്പോൾ ശരീരം മുഴുവനും വേദനിക്കുന്നു എന്നും സഭാശരീരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഒരു അവയവം വേദനിക്കുമ്പോൾ സഭാശരീരം മുഴുവനും വേദനിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു വിശ്വാസി വേദനിക്കുമ്പോൾ, കഷ്ടത അനുഭവിക്കുമ്പോൾ, സഹിക്കുമ്പോൾ എല്ലാവരും ആ വേദന അനുഭവിക്കുന്നു എന്നാണ്. സഭാശരീരത്തിൽ വ്യത്യസ്തങ്ങളായ ജോലികളാണ് ഓരോരുത്തരും ചെയ്യുന്നത്. എങ്കിലും സഭാശരീരത്തിൽ ദൈവമക്കൾ എന്ന നിലയിൽ അടിസ്ഥാനപരമായ ഐക്യവും തുല്യതയും ഓരോ അംഗത്തിനും ഉണ്ട്. ദൈവത്തിനു മുൻപിൽ മെത്രാനും വൈദികരും ശമ്മാശന്മാരും സമർപ്പിതരും അൽമായരും തുല്യരാണെന്നതുപോലെ സഭാശരീരത്തിലും ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ഒരു തുല്യത നാം ആസ്വദിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തുല്യത അനുഭവിക്കുന്നില്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. കാരണം സഭാശരീരം എല്ലാവരുടേതുമാണ്. സഭാശരീരത്തിൽ എല്ലാവരുമുണ്ട്. സഭാശരീരത്തിലെ എല്ലാ അംഗങ്ങളും പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ്, ഈശോ മിശിഹായോടുകൂടെ കൂട്ടവകാശികളാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു അടിസ്ഥാനപരമായ തുല്യത ഉണ്ട്. പക്ഷേ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളാണ് ചെയ്യുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ശുശ്രൂഷകൾ ഒരുത്തനെ മറ്റൊരുത്തനിൽ നിന്ന് വലിയവനോ ചെറിയവനോ ആക്കുന്നില്ല. എല്ലാവരുടെയും ശുശ്രൂഷ അവരുടെ മനോഭാവമനുസരിച്ചാണ് അളക്കപ്പെടുന്നത്. ശരിയായ മനോഭാവത്തോടുകൂടെ ശുശ്രൂഷകൾ നിർവഹിച്ചില്ലെങ്കിൽ എത്ര വലിയ ശുശ്രൂഷയിലാണെങ്കിൽ പോലും, നമ്മൾ പറയുന്നത് വലുത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹോന്നതമായ അല്ലെങ്കിൽ പൗരോഹിത ശുശ്രൂഷ, വ്യത്യസ്തമായ ശുശ്രൂഷകളാണെങ്കിൽ പോലും അത് ദൈവത്തിരുമുൻപിൽ സ്വീകാര്യമല്ല എന്ന് തുടർന്ന് വരുന്ന വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മനോഭാവം ശുശ്രൂഷകളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിലൂടെ ഈ തുല്യതയും ഐക്യവും നിലനിർത്തുവാൻ സർവോത്കൃഷ്ടമായ സ്നേഹം അത്യാവശ്യമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ജ്ഞാനം, അറിവ്, പ്രവചനപരം, രോഗശാന്തിപരം, ഭാഷാപരം, ശുശ്രൂഷാപരം, അധ്യയനപരം, നേതൃത്വപരം മുതലായ ആത്മീയ വരങ്ങൾ ഉപയോഗിച്ച് സഭാസൗധത്തെ പടുത്തുയർത്തുമ്പോൾ ഒരു ആത്മീയ ശിലയെ മറ്റൊന്നിനോട് ചേർത്ത് നിർത്തുന്ന സിമൻ്റാണ് സ്നേഹം. ഓരോ അംഗവും വ്യത്യസ്തരാണ്. അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗുണങ്ങളും കൃപകളുമാണ് നൽകപ്പെട്ടിരിക്കുന്നത്, വരദാനങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഓരോരുത്തരും തനിച്ച് തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് സ്നേഹമാകുന്ന സിമൻ്റ് ഉപയോഗിച്ച് ഒരു ഇഷ്ടിക മറ്റൊരു ഇഷ്ടികയുടെ മുകളിൽ എങ്ങനെയാണോ, ഒരു കല്ല് മറ്റൊരു കല്ലിന്മേൽ എങ്ങനെയാണോ കൂട്ടിയോജിപ്പിക്കുന്നത്, എങ്ങനെയാണോ അപ്രകാരം ഒരു വലിയ കെട്ടിടം രൂപപ്പെടുത്തുന്നത്, അതുപോലെയാണ് സഭാസമൂഹം ആകേണ്ടതെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമില്ലെങ്കിൽ
സഭാശരീരം കീറിമുറിക്കപ്പെട്ട, അവയവങ്ങൾ ചിതറിക്കപ്പെട്ട, കൊല ചെയ്യപ്പെട്ട മൃതശരീരത്തിന് സദൃശ്യമായിരിക്കും. കൈയൊരു വശത്ത്, കാലൊരു വശത്ത്, മറ്റവയവങ്ങൾ വേറെ ചില വശത്ത്, അങ്ങനെ ചിതറിക്കപ്പെട്ട ഒരു ഭീകര മൃതശരീരം പോലെയായിരിക്കും സ്നേഹമില്ലാത്ത സഭാശരീരം. പൗലോസ്ലീഹ പറയുന്നത്, മാലാഖയുടെയും മനുഷ്യരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് നൽകിയാലും, ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ നാം മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണെന്നാണ്. സ്നേഹകൂട്ടായ്മയായ സഭാസമൂഹത്തിൽ ഉണ്ടായിരിക്കും 15 ഗുണങ്ങൾ ഇന്നത്തെ ലേഖന ഭാഗത്തിലൂടെ തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവ ഇപ്രകാരമാണ്: ഒന്നാമത്, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. രണ്ടാമത്, സ്നേഹം ദയയുള്ളതാണ്. മൂന്നാമത്, സ്നേഹം അസൂയപ്പെടുന്നില്ല. നാലാമത്, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല. അഞ്ചാമത്, സ്നേഹം അഹങ്കരിക്കുന്നില്ല. ആറാമത്, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. ഏഴാമത്, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. എട്ടാമത്, സ്നേഹം കോപിക്കുന്നില്ല. ഒൻപതാമത്, സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. പത്താമത്, സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. 11-ാമത്, സ്നേഹം സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. 12-ാമത്, സ്നേഹം സകലതും സഹിക്കുന്നു. 13-ാമത്, സ്നേഹം സകലതും വിശ്വസിക്കുന്നു. 14-ാമത്, സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. 15-ാമത്, സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഭാസമൂഹം ഈ 15 ഗുണങ്ങളോടുകൂടിയ ഒരു സ്നേഹ സമൂഹമായി മാറത്തക്ക രീതിയിൽ നമുക്ക് സ്നേഹത്തിൽ വളരുവാൻ പരിശ്രമിക്കാം. സഭ വിശുദ്ധീകരിക്കപ്പെടുന്നത് സഭാംഗങ്ങളായ നാം സ്നേഹാഗ്നി ജ്വാലയാൽ വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്. സഭാവിശുദ്ധീകരണം അനുസ്മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഓർമ്മിക്കാം. ആ ഓർമ്മയിൽ സഭയുടെ സ്നേഹസമ്പന്നമായ ഒരു സഭാ കൂട്ടായ്മയാണെന്നുള്ള ബോധ്യത്തിൽ, ഓർമ്മയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഈ ഞായറാഴ്ചയിലെ സുവിശേഷ പാഠം എടുത്തിരിക്കുന്നത് മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 16-ാമത്തെ അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന ചോദ്യത്തിന് ശിഷ്യന്മാർ പല ഉത്തരങ്ങൾ നൽകുന്ന സമയത്ത് തന്നെ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് പത്രോസ്ലീഹ പറയുന്നു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹ ആണെന്ന്. അപ്പോൾ ഈശോ പത്രോസാകുന്ന പാറമേൽ തന്റെ സഭയെ സ്ഥാപിക്കുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത്. ഒന്നാമതായി ഈശോ മിശിഹായെ കുറിച്ച് വചനത്തിന്റെ അടിസ്ഥാനത്തിലും തിരുസഭ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലും ശരിയായ അറിവ് ഉണ്ടാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം സഭ വിശ്വാസികളുടെ സമൂഹമാണ്. വിശ്വാസികളുടെ വിശ്വാസം ശരിയായ അറിവോടുകൂടെ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ സഭയിൽ സംഭവിച്ചേക്കാം. അവിടുന്നും ഇവിടുന്നും കേട്ടതോ മറ്റുള്ളവർ പറഞ്ഞ് തന്നതോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചില ആശയങ്ങളൊന്നും നമ്മുടെ വിശ്വാസ സംഹിതയുടെ വിശ്വാസബോധ്യങ്ങളുടെ ഭാഗമായിരിക്കരുത്. പത്രോസ്ലീഹ ശരിയായ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോഴാണ് സഭ ആ വിശ്വാസത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ടത്. ആകയാൽ പ്രിയമുള്ളവരെ, വിശ്വാസ പ്രമാണത്തിലെ 12 വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള അറിവിൽ, പ്രത്യേകിച്ച് നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായെക്കുറിച്ചുള്ള അറിവിൽ വളരുവാനും, കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നും ഉള്ള ബോധ്യത്തിൽ യഥാർത്ഥ വിശ്വാസത്തിൽ വളർന്ന് സഭാസൗധത്തെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ദൈവത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ഈശോ മിശിഹായെക്കുറിച്ചും നമ്മൾ അറിയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നുള്ള അറിവ്. സഭ നമ്മെ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന ക്രൈസ്തവ ബോധ്യങ്ങളാണ് അവ. വിശ്വാസത്തിൽ വളരുന്നതിന് കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥം വളരെ ഉപകരിക്കുമെന്ന് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. അത് ഉപയോഗപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. കാരണം പത്രോസ്ലീഹ ഇന്ന് വിശ്വാസം പ്രഖ്യാപിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും സത്യദൈവത്തിലുള്ള യഥാർത്ഥ വിശ്വാസം, ഉറച്ച വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മുടെ മേലും നമ്മളിലൂടെയും സഭാശരീരം സ്ഥാപിക്കപ്പെടുന്നത്, പടുത്തുയർത്തപ്പെടുന്നത്. രണ്ടാമതായി, സഭയ്ക്കെതിരെ നരകവാതിലുകൾ പ്രബലപ്പെടുകയില്ല എന്ന വചനം നമുക്ക് ഓർക്കാം. കാരണം സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ നമുക്ക് ഈ വചനം ശക്തി പകരും. പിശാച് സഭയ്ക്കെതിരെ എന്ത് ചെയ്താലും
സർവശക്തനായ ദൈവത്തിൻ്റെ സഭയ്ക്ക് ഒന്നും സംഭവിക്കുകയില്ല അടിസ്ഥാനപരമായി എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അത് കർത്താവ് സ്ഥാപിച്ച സഭയാണ്. ആ സഭ പിശാചിന് തകർക്കുവാൻ സാധിക്കുകയില്ലെന്ന് സ്ഥാപിച്ചപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിശാച് പല തന്ത്രങ്ങൾ കൊണ്ടുവരും. വ്യാജ സഹോദരന്മാരെന്ന് പറയുന്നൊരു കൂട്ടരെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്. സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർ. അത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനം ഒന്നും 2000 വർഷമായി സഭയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. കാരണം അത് ഒരു കാലഘട്ടത്തിൽ വന്നു, പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് മാറി. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സഭ എക്കാലത്ത് അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യാജ സഹോദരന്മാരുടെ സഭയ്ക്കുള്ളിൽ നിന്നും തന്നെയുള്ള കുത്തിത്തിരിപ്പുകളും പ്രശ്നങ്ങളൊന്നും സഭയെ ഭയപ്പെടുത്താനോ നശിപ്പിക്കാനോ സാധിക്കുകയില്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സഭയ്ക്കെതിരെ നരകവാതിലുകൾ പ്രബലപ്പെടുകയില്ല. എന്നാൽ സഭയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിശുദ്ധരായിട്ടുള്ള പലരുടെയും ജീവിത രീതികൾ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി അദ്ദേഹം സഭയിൽ ആർഭാടങ്ങൾ നിറഞ്ഞപ്പോൾ ചെയ്തത് ദാരിദ്ര്യത്തെ വധുവായി സ്വീകരിച്ച് ദരിദ്രനായി ജീവിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് സഭയിൽ വലിയൊരു പരിവർത്തനത്തിന്, വലിയൊരു മാറ്റത്തിന്, നവീകരണത്തിനിടയായിത്തീർന്നു. അങ്ങനെയാണ് സഭയെ നവീകരിക്കേണ്ടത്. അല്ലാതെ സഭയ്ക്കെതിരെ സമരം ചെയ്തോ സഭയ്ക്കെതിരെ പത്രപ്രസ്താവനകൾ ഇറക്കിയോ വാർത്തകൾ പ്രചരിപ്പിച്ചോ അല്ല. മറിച്ച് ഓരോ സഭാംഗവും തങ്ങളുടേതായിട്ടുള്ള വിശ്വാസപരമായ ഉത്തരവാദിത്തങ്ങൾ വ്യക്തതയോടും കൃത്യതയോടും ചെയ്യുമ്പോൾ സഭയിൽ മാറ്റങ്ങളുണ്ടാവും, നവീകരണങ്ങളുണ്ടാവും, സഭ വിശുദ്ധീകരിക്കപ്പെടും. സഭയ്ക്കെതിരെ നരകവാതിലുകൾ പ്രബലപ്പെടുകയില്ല എന്ന വചനം നമുക്കതിനുള്ള ശക്തി പ്രദാനം ചെയ്യട്ടെ. മൂന്നാമതായി, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ സഭയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ വഴിയും സത്യവും ജീവനും വാതിലുമായ ഈശോ മിശിഹായുടെ മൗതിക ശരീരമായ സഭയിലൂടെയാണ് നമ്മൾ ഈശോയെ അറിയുന്നത്, പിതാവായ ദൈവത്തിലേക്ക് പ്രവേശനം അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ്. പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള താക്കോലാണ് തിരുസഭ. ആ താക്കോൽ ഉപയോഗിച്ച് നമുക്കകത്ത് പ്രവേശിക്കാം. എന്താണ് ഈ താക്കോൽ എന്നുകൂടെ മനസ്സിലാക്കണം. ഈ താക്കോല് സ്വർഗത്തിൽ കെട്ടുന്നത് ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും എന്നുള്ള ആ വചനത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. അത് പാപമോചനത്തെക്കുറിച്ചാണ് പറയുന്നത്. പാപമോചനം ഈശോ മിശിഹായുടെ കുരിശിലൂടെ നമ്മൾ നേടിക്കഴിഞ്ഞതാണ്. പക്ഷേ ആ പാപമോചനം ഓരോ മനുഷ്യ വ്യക്തിയും സ്വന്തമാക്കുന്നത് തിരുസഭയിലൂടെയാണ്. തിരുസഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ അധികാരം ഉപയോഗിച്ചാണ് മനുഷ്യ മക്കൾക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകും. എന്ന് വെച്ചാൽ മാമോദീസായിലൂടെയും കുമ്പസാരത്തിലൂടെയുമുള്ള പാപമോചനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തിരുസഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ അധികാരം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യരെ വിധിക്കാനോ നശിപ്പിക്കാനോ ഒന്നുമല്ല. മറിച്ച് പാപമോചനത്തിലൂടെ എല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. അതിനുള്ള അധികാരം ഒരു കൃപയായിട്ട് സ്ലീഹന്മാർക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ പത്രോസ് നൽകപ്പെട്ടിട്ടുണ്ട്. ആ പാപമോചനത്തിൻ്റെ അധികാരം മാമോദീസായിലൂടെയും പാപമോചനത്തിൻ്റെ കുദാശയായ വിശുദ്ധ കുമ്പസാരത്തിലൂടെയും ആ അധികാരത്തിൻ്റെ ഒരു നന്മ നമ്മൾ സ്വന്തമാക്കണം. അങ്ങനെ ആ സ്വന്തമാക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക വഴി, സഭയിലെ അംഗങ്ങൾ ആകപ്പെടുക വഴി, അംഗങ്ങളായതിനു ശേഷവും നമ്മൾ പാപമോചനം എന്ന കുദാശ, കുമ്പസാരം എന്ന കുദാശ സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെടുക വഴിയായിട്ടാണ് നമ്മൾ സഭയുടെ വിശുദ്ധീകരണം സാധ്യമാക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സ്വന്തമാക്കുന്നത്. തിരുസഭയെക്കുറിച്ച് പ്രത്യേകമായി ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഈ പള്ളിക്കൂദാശ കാലത്തിൽ തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളാണ് സഭ എന്ന ബോധ്യത്തോടുകൂടെ, നമ്മുടെ വിശുദ്ധിയാണ് സഭയുടെ ബാഹ്യവിശുദ്ധി എന്ന ബോധ്യത്തോടുകൂടെ വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ദൈവമിത്രയച്ചൻ.